ഇത് എക്സ്ട്രാ വെർജിൻ ഒളിവ് ഓയിലാണ്. വെർജിൻ ഓയിലിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാ ദിവസവും കിട്ടാൻ ഇതെല്ലാ ദിവസവും കഴിക്കണോ, നിങ്ങളിത് വാങ്ങിക്കണോ വേണ്ടേ, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ ഒളിവ് ഓയിലിനെ കുറിച്ചാണ്. സോ വെൽക്കം ബാക്ക് ടു ഡോഫറി. നമ്മൾ തുടങ്ങാം. കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതും എല്ലാവരും ഉപയോഗിക്കുന്നതും വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു നാട്ടിൽ ഒളിവ് ഓയിൽ എങ്ങനെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് കൃത്യമായിട്ടും അധികം ആൾക്കാർക്കും അറിയില്ല. ഒന്ന്, ഒളിവ് ഓയിലിൻ്റെ ടേസ്റ്റ് അധികം ആൾക്കാർക്കും ഇഷ്ടമല്ല. രണ്ടാമത്, ഒളിവ് ഓയിലിൻ്റെ വില കുറച്ച് കൂടുതലാണ്. ഒളിവ് ഓയിലിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഒളിവ് ഓയിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിയുന്നതും എക്സ്ട്രാ വെർജിൻ ഒളിവ് ഓയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒളിവ് ഓയിൽ കിട്ടും. ഇതിന് രണ്ടിനും വില കുറച്ച് കൂടുതലായിരിക്കും. എക്സ്ട്രാ വെർജിൻ ഒളിവ് ഓയിലിനോ അല്ലെങ്കിൽ പ്യുവർ ആയിട്ടുള്ള ഒളിവ് ഓയിലിന് പകരം റിഫൈൻഡോ അല്ലെങ്കിൽ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒളിവ് ഓയിലാണ് അധികം ആൾക്കാരും വാങ്ങിക്കാറ്. ഇത് റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ്. ഒളിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സ് ഒക്കെ റിഫൈൻ ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. റിഫൈൻഡ് ഒളിവ് ഓയിലാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഒളിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസും വെർജിൻ ഒളിവ് ഓയിലാണ് കൂടുതലും അടങ്ങിയിട്ടുള്ളത്. പോരാത്തതിന് ഒളിവ് ഓയിലിൻ്റെ കൃത്യമായിട്ടുള്ള ഫ്ലേവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എക്സ്ട്രാ വെർജിൻ ഒളിവ് ഓയിലും പ്യുവർ ആയിട്ടുള്ള ഒളിവ് ഓയിലുമാണ്. ഇനി ഒളിവ് ഓയിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് പോലെയല്ല കുക്കിങ്ങിന് ഉപയോഗിക്കേണ്ടത്. ഒളിവ് ഓയിലിൻ്റെ സ്മോക്കിംഗ് പോയിന്റ് കൂടുതലാണ്. അതായത് നല്ല രീതിയിൽ ചൂടാക്കിയാലും പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടില്ല. ഒളിവ് ഓയിൽ പക്ഷേ അങ്ങനെയല്ല. ലോ ഹീറ്റ് കുക്കിംഗ് മാത്രമേ ഒളിവ് ഓയിലിനെ കൊണ്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. കൂടുതൽ സമയം ചൂടാക്കുന്നതിനനുസരിച്ച് ഒളിവ് ഓയിലിൻ്റെ പ്രോപ്പർട്ടീസ് നഷ്ടപ്പെടും. നമ്മൾ എന്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഒളിവ് ഓയിൽ ഉപയോഗിക്കുന്നത് അത് നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഗ്രില്ലിങ്ങിനോ അല്ലെങ്കിൽ സാലഡ് പ്രിപ്പയർ ചെയ്യാനോ ഒളിവ് ഓയിൽ അങ്ങനെ തന്നെ കഴിക്കാനോ ഇതിനെല്ലാം ഒളിവ് ഓയിൽ നല്ലതാണ്. പക്ഷേ ഫ്രൈ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ടതാണ്. ഫ്രൈ ചെയ്യുന്നതിനനുസരിച്ച് ഒളിവ് ഓയിലിൻ്റെ ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസാണ് നഷ്ടപ്പെടുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഒളിവ് ഓയിൽ ഉപയോഗിച്ച് തുടങ്ങുന്നതെങ്കിൽ ഏറ്റവും ചെറിയ അളവിൽ ഉപയോഗിച്ച് തുടങ്ങുക. 5 ml അല്ലെങ്കിൽ 10 ml എന്നുള്ള രീതിയിൽ ഉപയോഗിച്ച് തുടങ്ങുക. ഇതിൻ്റെ ടേസ്റ്റ് കോക്കനട്ട് ഓയിൽ പോലെയല്ല. ഒളിവ് ഓയിലിൻ്റെ ടേസ്റ്റും ഫ്ലേവറിനോടൊക്കെ നമുക്ക് ഒന്ന് അഡാപ്റ്റ് ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കംപ്ലീറ്റ്ലി മാറ്റി നിർത്തിയിട്ട് ഒളിവ് ഓയിൽ ഉപയോഗിക്കുകയല്ല വേണ്ടത്. വെളിച്ചെണ്ണയ്ക്ക് പകരം കുറച്ച് അളവ് മാത്രം ഒളിവ് ഓയിൽ നിങ്ങളുടെ ഡയറ്റിലേക്ക് ആഡ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യേണ്ടത്. അത് പിന്നെ മെല്ലെ മെല്ലെ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ടുവരാം. ഒളിവ് ഓയിലിൻ്റെ അളവ് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേറെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഭക്ഷണം പാകം ചെയ്യാനും ഒളിവ് ഓയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഈ ചാനലിൽ തന്നെ ഞാൻ മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ച് പലതരത്തിലുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. മെഡിറ്ററേനിയൻ ഡയറ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ റെസിപ്പീസിനും ഒളിവ് ഓയിൽ വളരെ നല്ലൊരു ചോയ്സ് ആയിരിക്കും. മീറ്റിനേക്കാളും കൂടുതൽ ടേസ്റ്റും കൂടുതൽ ഇഫക്റ്റീവ് ആവുന്നത് ഒളിവ് ഓയിൽ ഫിഷിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന സമയത്താണ്. നമ്മളുടെ കേരളത്തിലുള്ള ഓരോ ഭക്ഷണത്തിൻ്റെ റെസിപ്പി ചൂസ് ചെയ്യുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്പൈസസിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ഒളിവ് ഓയിലിൻ്റെ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അധികം സ്പൈസി അല്ലാത്ത തരത്തിലുള്ള ഭക്ഷണത്തിൽ ആദ്യം ഒളിവ് ഓയിൽ ഉപയോഗിച്ച് തുടങ്ങുക. എന്നാൽ മാത്രമേ ഒളിവ് ഓയിലിൻ്റെ കൃത്യമായിട്ടുള്ള ടേസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം, നിങ്ങൾ ഒളിവ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഒളിവ് ഓയിൽ സ്റ്റോർ ചെയ്യേണ്ടത് തണുപ്പുള്ള സ്ഥലത്താണ്, അധികം വെളിച്ചം തട്ടാത്ത സ്ഥലത്താണ്. എത്ര കൂടുതൽ വെളിച്ചം തട്ടുന്നോ, എത്ര കൂടുതൽ ചൂടുള്ള സ്ഥലത്താണോ നിങ്ങളിത് സ്റ്റോർ ചെയ്യുന്നത് അതിനനുസരിച്ച് ഒളിവ് ഓയിലിൻ്റെ ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത്രയും വില കൊടുത്തിട്ട് ഒളിവ് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറേജിനെ കുറിച്ചും കൂടി പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. കേരള സ്റ്റൈലിലുള്ള ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഒളിവ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഏത് തരത്തിലുള്ള ഓയിലാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ ഓയിലിനാണ് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത്, കുക്കിംഗ് ഓയിൽ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ഞാൻ ആ വിഷയത്തിനെക്കുറിച്ചും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനൊക്കെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയും കാണാം. ഇനി ഒളിവ് ഓയിലിൻ്റെ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സിലേക്ക് വരാം. ഈ ഹെൽത്ത് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ഇത്രയും വില കൊടുത്തിട്ട് ഒളിവ് ഓയിൽ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതും. പലതരത്തിലുള്ള ക്ലെയിംസ് ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളത് ഒളിവ് ഓയിലിൻ്റെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തടയാനുള്ള പ്രോപ്പർട്ടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ തടയുന്ന വഴി ഓൾ കോസ് മോർട്ടാലിറ്റിയും ഒളിവ് ഓയിലിന് കുറയ്ക്കാൻ പറ്റുന്ന പല സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഒളിവ് ഓയിലിന് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസൊക്കെ കിട്ടുന്നത് അതിലടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ വ്യത്യാസമുണ്ട്. നമ്മളുടെ നാട്ടിൽ കിട്ടുന്ന കോക്കനട്ട് ഓയിൽ കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണുള്ളത്. ഒളിവ് ഓയിൽ അങ്ങനെയല്ല, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ അളവാണ് കൂടുതലുള്ളത്. ഇതിന് പുറമെ ഒളിവ് ഓയിലിൽ പല തരത്തിലുള്ള ആൻറ്റിഓക്സിഡൻസ് ഉണ്ട്, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഒളിവ് ഓയിലിൽ അടങ്ങിയിരിക്കുന്ന പോളിഫിനോൾസ് ഇങ്ങനത്തെ പല പ്രോപ്പർട്ടീസും നമുക്ക് തരുന്നുണ്ട്. ഒളിവ് ഓയിലിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് കണ്ടുപിടിക്കാൻ പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്.
പക്ഷേ ഒരു മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡി 2003 മുതൽ 2022 വരെ നടത്തിയിട്ടുള്ള പലതരത്തിലുള്ള സ്റ്റഡീസും നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ സ്റ്റഡീൻ്റെ റിസൾട്ടിനെ കുറിച്ച് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒളിവ് ഓയിലിൻ്റെ അളവ് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത് കൂട്ടിക്കൊണ്ടുവരുന്നതിന് വേറെ തന്നെ ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്നുള്ളത്. അങ്ങനെ പറയാൻ കാരണം ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയത് ഒളിവ് ഓയിൽ ഓരോ ദിവസം കുറഞ്ഞ അളവിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ തീരെ ഉപയോഗിക്കാത്ത ആൾക്കാർക്ക് കാർഡിയോ വാസ്കുലർ ഡിസീസസ്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള റിസ്ക് കൂടുതലായിരുന്നു എന്നാണ്. അതായത് കൂടുതൽ ഒളിവ് ഓയിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് 15% വരെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ റിസ്ക് കുറച്ച് നിർത്താൻ സാധിക്കും. ഇനി ഇതേ മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡിയിൽ 10 സ്റ്റഡീസ് നോക്കിയിട്ടുള്ളത് ഓൾ കോസ് മോർട്ടാലിറ്റിയിൽ ഒളിവ് ഓയിലിൻ്റെ ഇഫക്റ്റ് എന്തായിരുന്നു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓൾ കോസ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർക്ക് മരണം സംഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള കാരണങ്ങളും കൂടി കൂട്ടി ചേർത്തി വായിക്കുന്നതാണ്. ഈ സ്റ്റഡിയിൽ ഇവർ കണ്ടെത്തിയത് തീരെ കുറച്ച് ഒളിവ് ഓയിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഓൾ കോസ് മോർട്ടാലിറ്റീൻ്റെ റിസ്ക് കൂടുതലാണെന്നാണ്. ഇത് തിരിച്ചും പറയാം, അതായത് ഓരോ ദിവസം ഒളിവ് ഓയിൽ കൂടുതൽ അളവിൽ ഉപയോഗിക്കുന്നവർക്ക് ഓൾ കോസ് മോർട്ടാലിറ്റി 17% കുറവായിരുന്നു എന്നാണ്. ഓരോ ദിവസം കഴിക്കുന്ന ഒളിവ് ഓയിലിൻ്റെ അളവ് 5 ഗ്രാം വെച്ച് കൂട്ടുന്നതിനനുസരിച്ചിട്ട് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും ഓൾ കോസ് മോർട്ടാലിറ്റിൻ്റെയും റിസ്ക് കുറയ്ക്കാൻ പറ്റുന്നത് 4%. ഇതൊരു ദിവസം 20 ഗ്രാം ഒളിവ് ഓയിൽ കഴിക്കുന്നവർക്ക് വരെ ഈ ഒരു റിലേഷൻ കണ്ടിട്ടുണ്ട്. ഈ മെറ്റാ അനാലിറ്റിക്കൽ സ്റ്റഡീൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്രയും കൂടുതൽ അളവിൽ ഒളിവ് ഓയിൽ എല്ലാ ദിവസവും കഴിക്കുന്നവർക്ക് മറ്റു തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഹെൽത്ത് ഹാബിറ്റ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ മറ്റു തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടും ഇവർക്ക് ഓൾ കോസ് മോർട്ടാലിറ്റി കുറയാം, ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ റിസ്ക്കും കുറയാം. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൂടാതെ ഒളിവ് ഓയിലിന് മറ്റ് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ചിലർ സ്കിന്നിന് വേണ്ടി പറയുന്നുണ്ട്, ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പ്രൂവ് ചെയ്യാനുള്ള സയൻറ്റിഫിക് എവിഡൻസ് കുറവ് തന്നെയാണ്. നിങ്ങൾ ഇതുവരെ ഒളിവ് ഓയിൽ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കണം. ഇതെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഓയിലല്ല. ഒളിവ് ഓയിലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നന്ദി. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.